everyone namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അൺബോക്സിംഗ് നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലോ അതല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ടോ ഒക്കെ നമുക്ക് കുറച്ച് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ അൺബോക്സിംഗ് വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു ചെറിയ ബിസിനസ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സംഭവം വേറൊന്നുമല്ല, ഞാനൊരു ചെടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പറമ്പും അല്ലെങ്കിൽ പറമ്പൊന്നും വേണമെന്നില്ല, ടെറസ് ആണെങ്കിലും മുറ്റാണെങ്കിലും ഒക്കെ നമുക്ക് പലതരം പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ വിത്തുകളും തൈകളും ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ഒരു അഡീഷണൽ വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ അൺബോക്സിംഗ് വീഡിയോ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ആൾ എങ്ങനെയാണ് നമുക്ക് തരുന്നത്, ഒരു പ്രൊഡക്റ്റ് തരുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇത് KTDC വഴിയാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുറച്ച് വാടാമല്ലി തൈകളാണ്. അപ്പോൾ ഞാൻ ഈ കുറച്ച് ജമന്തിയില്ലേ, ജമന്തി അല്ല ബന്ദി, ഓക്കെ ജമന്തി ഞാൻ നോക്കി, പക്ഷെ ജമന്തിയുടെ സീസൺ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയില്ല. ബന്ദി തൈകളുടെ ഒരു ടൈമാണ് ഇപ്പോൾ, ഓണത്തോടനുബന്ധിച്ച് ആൾക്കാർ പടല ബന്ദി തൈ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും വാങ്ങിച്ചു, കുറേ ബന്ദി തൈകൾ വാങ്ങിച്ചു. അപ്പോൾ ബന്ദി നടുന്നതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞയും അതോടൊപ്പം തന്നെ ഓറഞ്ചുമാണ് ബന്ദി വാങ്ങിച്ചത്. അപ്പം ഞാൻ ഈ വാടാമല്ലി നോക്കി, വാടാമല്ലി വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു പർപ്പിൾ കളർ, പക്ഷെ പർപ്പിളാണ് വളരെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കളർ. പിന്നെ അതിൻ്റെ പിങ്ക് പോലത്തെ കളർ നോക്കിയാണ്, അതൊന്നും അത്ര അങ്ങോട്ട് എഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അത്ര ഗ്ലാമർ അല്ല. പിങ്കിനേക്കാളും വൈറ്റിനേക്കാളും നല്ലത് പർപ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഉജാല കളർ ഉണ്ടല്ലോ അതാണ് നോക്കിയത്. പക്ഷേങ്കിലും നമ്മുടെ ഇവിടങ്ങളിലുള്ള നേഴ്സറികളൊക്കെ അരിച്ചു പറക്കിട്ട് എങ്ങുമില്ല, ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഈ ഓണപ്പൂ കൃഷിക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലെ പൂക്കൾക്ക് പോരായിട്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് ഈ വാടാമല്ലിയുടെ തൈ ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഒരു സൈറ്റ്, ഒരു ഫേസ്ബുക്കാണ് കേട്ടോ, ഫേസ്ബുക്ക് ID കിട്ടി. ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് കിട്ടി. അതിൻ്റെ അകത്ത് ഗ്രിനേരോ അവരുടെ ഒരു ഇത് എന്താ പറയുക, അവരുടെ പേജ്. അപ്പോൾ ഞാൻ അധികം നോക്കിയപ്പോൾ അവിടെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വാട്സപ്പ് ലിങ്കിലേക്ക് നമുക്ക് ബിസിനസ് അക്കൗണ്ടിലേക്ക് പോകാൻ ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ അവരെന്നെ ചാറ്റ് ചെയ്തു. അപ്പോൾ അവരെനിക്കൊരു ലിസ്റ്റ്, കുറേ പ്ലാൻസിൻ്റെ ലിസ്റ്റ് തന്നു, അതിൻ്റെ റേറ്റ് തന്നു, ഇൻക്ലൂഡിങ് നമ്മളുടെ കൊറിയർ വെച്ചിട്ടാണ് ഇവരുടെ എല്ലാം റേറ്റ് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു എന്താ പറയുക, എനിക്ക് തന്ന ലിസ്റ്റ് അനുസരിച്ച് ഡയറക്റ്റ് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാക്കിങ്ങും കൊറിയറും ചാർജും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ 20 തൈയാണ് ഓർഡർ ചെയ്തത്. അപ്പം എനിക്ക് ആ തൈ വരുമോ വരില്ലയോ എന്നൊക്കെയുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിന്ന് എനിക്ക് ആ സാധനം എത്തിയിട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം 2 ദിവസം ആയുള്ളൂ, ഞാൻ ഓർഡർ ചെയ്ത് 2ാമത്തെ ദിവസം എനിക്ക് ഈ സാധനം എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എത്തിയപ്പോൾ എനിക്കൊരു ആകാംക്ഷ, നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കണം. ഇതെങ്ങനെയാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇവർ അയക്കണം നമുക്കറിയാം, KTDC ഏതെങ്കിലും കൊറിയർ വഴി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ പാക്കിംഗ് ആണ് നമ്മൾ അറിയണം. നമുക്ക് ചെടിയൊക്കെ നമ്മൾ നടുന്നു, 10 മണിയൊക്കെ ഒത്തിരി ആൾക്കാർ കൊടുക്കുന്നുണ്ട്. 10 മണി, ലില്ലി, റെയിൻ ലില്ലീസ്, അങ്ങനെയുള്ള പല പ്ലാന്റ്സുകൾ, ബന്ദി, ജമന്തി ഒക്കെ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാനമാണ്. നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കൃഷി നമ്മൾ നട്ട് പരിപാലിച്ചിട്ട് നമുക്ക് തൈകൾ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഇനി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അഡീഷണൽ ആയിട്ടൊക്കെ ഒരു ഇൻകം, സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, ഇവരെങ്ങനെയാണ് ഇത് അയച്ചു തന്നത്, ഇവരുടെ പാക്കിംഗ് എങ്ങനെയാണ് നമുക്ക് കാണാം. കാരണം നമ്മൾക്കും ഇത് ചെയ്യണമെങ്കിൽ പാക്കിംഗ് ആണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ വാടിപ്പോകും, ചിലരൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ വാടി കരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും പറ്റിയോ എന്നൊക്കെ കാണാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരയച്ചു തന്ന പ്രൊഡക്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളും ഇതൊരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല, മറിച്ച് എന്താണ്, നിങ്ങൾക്ക് ഇതുപോലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് ആ തരത്തിൽ ഇതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് വേറൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് ഒരു കുറുക്ക് വഴി കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം, ഇടയ്ക്കായിട്ട് പറയാം കേട്ടോ. അതെന്താണെന്നുള്ളത്, ചെടിയൊക്കെ നടുന്ന ആൾക്കാരെ സംബന്ധിച്ച് വീട്ടിൽ ചെടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ
നമ്മൾ നടുന്നുണ്ടെങ്കിൽ നട്ടുവെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. ഇവർ കരുനാഗപ്പള്ളിയാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ഇവരുടെ സൈറ്റിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വെച്ചാൽ എങ്ങനെയാണ് ഇവരൊക്കെ അയക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു കാർഡ്ബോർഡ് പെട്ടിക്കൂടിൻ്റെ അകത്താണ്, ചെറിയൊരു കാർഡ്ബോർഡ് പെട്ടിക്കൂടെ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് പുറമേ ഉള്ള പാക്കിങ് കണ്ടില്ല, പക്ക പാക്കിംഗ് ആണ്. അപ്പോൾ ചെടി ആയതുകൊണ്ട് ഇത് എങ്ങനെ നിൽക്കും നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നത് വാടാമല്ലിയുടെ 20 തൈകളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കിയേക്കാം. പിന്നെ തൈയുടെ റേറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, പോസ്റ്റൽ ചാർജുകളുടെ കൂടിയാണ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ചെടി എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും നമ്മുടെ ചെടി ഇതാണ് ഒന്നിച്ചാണ്. അതിൻ്റെ അകത്ത് പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അനങ്ങാതിരിക്കാനായിട്ടാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടില്ലേ, പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇത് പർപ്പിൾ കളറാണ് കേട്ടോ. അവർക്ക് പർപ്പിളും വൈറ്റും റോസും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പർപ്പിൾ മാത്രമാണ് പറഞ്ഞോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇവരെങ്ങനെയാണ് നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ ഇവർ പറഞ്ഞ് 2 ദിവസം കൊണ്ട് കിട്ടും, അത്രയും ദിവസം ഇത് ഈസി ആയിട്ട് ഇരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ നനച്ച് അത് പ്രൊട്ടക്റ്റ് ചെയ്താണ് ഇവർ അയച്ചിരുന്നത്. കണ്ടില്ല, ഇങ്ങനെ ഒരു മൊത്തത്തിൽ കണ്ടോ, ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു കവറിങ് കണ്ടില്ല, ഇങ്ങനെയുണ്ട്. എല്ലാ പ്ലാന്റ്സും കൊണ്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ടില്ല, ഇങ്ങനെ വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടായിരിക്കണം അല്ലേ, നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ പോലും ഇത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടാണ്. ഇത് വേറെ കാര്യമുണ്ട്, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ലട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ ചെടി വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. വീട്ടമ്മമാർ നല്ല ആർക്കാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, വീണ്ടും 2 പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആണ്. അപ്പം ഇനി ഇത് മണ്ണോട് കൂടിയാണോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ അഴിക്കാൻ പോവാണ് ഞാൻ. ഇപ്പം അഴിക്കാണ്ടിരിക്കുകയാണ് എനിക്ക് കൊണ്ട് നടുന്ന. ഇത് പറിച്ചെടുത്താണ് കേട്ടോ. പറിച്ച് മീൻസ് ഐ സി. ഇത് നമ്മുടെ മറ്റേ ഈ സംഭവം ഇല്ലേ, നമ്മളുടെ കൊക്കോപ്പീറ്റൊക്കെ വെച്ച് നടുന്ന ആ സാധനം ഇല്ലേ, കണ്ടില്ലേ. ഇതുപോലത്തെ സാധനത്തിൻ്റെ അകത്ത് നട്ട് പാകി വെച്ചിരുന്ന അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്ന പ്ലാന്റിനെ അവർ എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്നിച്ചാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പേപ്പർ കവർ വെച്ച് പൊതിഞ്ഞാണ് തന്നിട്ടുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ, നമുക്ക് എന്തായാലും സേഫായിട്ട് കിട്ടി. അപ്പോൾ ഇവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ വേണമെങ്കിൽ, എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിക്കേറ്റ് ഇങ്ങനെയൊക്കെ ഓൺലൈനിലൊക്കെ ഒത്തിരി നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണമെന്നൊന്നുമില്ലല്ലോ. എന്താണ് ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടി കേട്ടോ ചെടി. അപ്പോൾ അവരോടുള്ള താങ്ക്സ് പറയുകയാണ്. അവരുടെ പേര് വന്നിട്ട് ഇതാണ് കേട്ടോ, ഇതാണ് അവരുടെ ID വന്നിട്ട്, ഇതാണ് കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കണ്ടില്ലേ, ചെടി വന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ചെടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് അവർ കരുനാഗപ്പള്ളി നടന്ന് അയച്ചത്, അവിടെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും KTDC വഴിയാണ് അയച്ചത്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ളൊരു സ്മോൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്, നമുക്ക് വരുമാനമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ടൈം പാസും ആകും. അപ്പം നമ്മുടെ മനസ്സിനെ നിറയ്ക്കാനും പറ്റും, മനസ്സിന് സന്തോഷം നൽകും. ഒപ്പം നിങ്ങൾക്ക് ചെറിയൊരു പോക്കറ്റ് മണിയും കൂടെ ഏൺ ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പേരൻസിൻ്റെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റും. ഹൗസ് വൈഫ് ആയിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെടിയൊക്കെ നട്ട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ അയലോക്കക്കാരും അടുത്തുള്ളവരും വഴി കൂടെ പോകുന്നവരൊക്കെ ഇത് കണ്ടിട്ട് നമ്മളോട് വന്നിട്ട്, അയ്യോ എനിക്ക് ആ ചെടിയുടെ ഒരു കമ്പ് തരാമോ, ഈ ചെടിയുടെ ഒരു തണ്ട് തരാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. നമുക്ക് അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിലയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ, അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ.